ആലപ്പുഴയിലെ വിവാദ രക്ഷാപ്രവർത്തന കേസിൽ ഗൺമാൻമാരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി ഇന്ന് വിധി പറയും. നവകേരള ബസ്സിന് കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച മുൻ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സംഘത്തിലുണ്ടായിരുന്ന 5 പേർ നൽകിയ ഹർജിയിലാണ് ഇന്ന് കോടതി വിധി പ്രസ്താവിക്കുക. അജയ് നാഥ് ചേരുകയാണ്. അജയ്, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം, ഈ 5 പേർ ഇപ്പോൾ ഒളിവിലാണ്. അവരെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. എന്തായാലും ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം ഇന്ന് അറിയാമല്ലേ? മോർണിംഗ്. തീർച്ചയായും അത് തന്നെയാണ്. 3 ഘട്ടങ്ങളിലായിട്ടാണ് ഈ കേസ് പരിഗണിച്ചത്. ആ 3 ഘട്ടങ്ങളിലും വലിയ വിമർശനം SITക്കും പ്രോസിക്യൂഷനും കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. രൂക്ഷമായ ഭാഷയിലാണ് കോടതി ഇവരെ വിമർശിച്ചത്. ഏറ്റവും ഒടുവിൽ കേസ് പരിഗണിച്ച ഘട്ടത്തിലും കോടതി ചോദിച്ച ചോദ്യം, കോടതിയിൽ ഈ രേഖകൾ സമർപ്പിക്കുന്നതിന് മുമ്പ്, കോടതി പരിശോധിക്കുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഈ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ലഭിക്കുന്നത്? അതിൽ SITക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേക താല്പര്യമുണ്ടോ എന്നുള്ള ഏറ്റവും ഗുരുതരമായിട്ടുള്ള ചോദ്യം കോടതി ഉന്നയിച്ചിരുന്നു. കഴിഞ്ഞ ഏറ്റവും ഒടുവിൽ ഈ കേസ് പരിഗണിച്ച ഘട്ടത്തിൽ വളരെ വിശദമായി തന്നെ ഈ വീഡിയോ ദൃശ്യങ്ങൾ, ഇവരെ മർദ്ദിക്കുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ മണിക്കൂറുകളെടുത്താണ് കോടതി പരിശോധിച്ചത്. പരിശോധിച്ച ഘട്ടത്തിൽ കോടതി പറഞ്ഞത് ആ നിലയിലേക്ക് ഗുരുതരമായ രീതിയിലൊരു പരിക്ക് ഏൽക്കുന്ന തരത്തിലേക്ക് ഇവരെ മർദ്ദിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ പ്രവർത്തകർ, യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ഈ മർദ്ദനമേൽക്കുന്ന സമയത്ത്, അടി കൊണ്ട സമയത്ത് അല്പം കുനിഞ്ഞതുകൊണ്ട് തലയിലാണ് ഈ ലാത്തിയുടെ അഗ്രഭാഗം പതിക്കുന്നത്. അത് മാരകമായൊരു അക്രമമല്ല. മറ്റൊന്ന്, ഈ തെളിവുകളുടെ അഭാവം സംബന്ധിച്ച് ശക്തമായ ഒരു വിമർശനവും കോടതിയുടെ ഭാഗത്തുണ്ടായിരുന്നു. മതിയായ തെളിവുകൾ സമർപ്പിക്കുന്നതിൽ പ്രോസിക്യൂഷനും വാദി ഭാഗത്തിനും വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നും കോടതി നിരീക്ഷിച്ചു. ഒപ്പം തന്നെ ഈ മെഡിക്കൽ റിപ്പോർട്ട് ഉൾപ്പെടെ ഇവരെ ചികിത്സ തേടിയതിൻ്റെ റിപ്പോർട്ട്, വൂം സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ കോടതിയിൽ ഹാജരാക്കുന്നതിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ച ഈ വാദി ഭാഗത്തിനും ഒപ്പം പ്രോസിക്യൂഷനും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോടതിയുടെ നിരീക്ഷണം മനസ്സിലാക്കിയാൽ തീർച്ചയായും ഈ ഗൺമാൻമാർക്ക് അനുകൂലമാകുന്ന ഒരു വിധി ഉണ്ടാകുമോ എന്നാണ് കാത്തിരിക്കേണ്ടത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ രേഖകൾ സമർപ്പിക്കുവാനുള്ള ഒരു താമസം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇന്നലെ കേസിൻ്റെ വിധി വരേണ്ടതാണ്. ആ ഒരു പരിഗണനയോട് നൽകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നത്തേക്കിന് ഈ വിധിക്ക് വേണ്ടി, കേസിന് വിധി പറയാൻ വേണ്ടി വൈകിപ്പിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വാദിഭാഗം കൂടുതൽ രേഖകൾ കൂടി സമർപ്പിക്കുന്നില്ലെങ്കിൽ, ഒരുപക്ഷെ ആ രേഖകൾ സമർപ്പിച്ചാൽ ആ രേഖകൾ ഇവരുടെ ജാമ്യം തള്ളാനുള്ള തക്ക ഒരു പവറുള്ള രേഖകളല്ല എങ്കിൽ തീർച്ചയായും ഇവരുടെ ജാമ്യ ഹർജിയിൽ, ജാമ്യ അപേക്ഷയിൽ ജാമ്യം നൽകിക്കൊണ്ടുള്ള ഉത്തരവിൽ ജില്ലാ സെഷൻസ് മജിസ്ട്രേറ്റ് ഹണി എം വർഗീസ് ഒപ്പിടും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. എന്തായാലും മർദ്ദനമേറ്റ സംഭവത്തിൽ ആ നിലയിലേക്ക് ഗുരുതരമായിട്ടുള്ള ഒരു മർദ്ദനമായിരുന്നില്ല എന്നൊരു കണ്ടെത്തലിലാണ് ഏറ്റവും ഒടുവിൽ കോടതി എത്തി നിൽക്കുന്നതും. ഒപ്പം തന്നെ SITക്കും പ്രോസിക്യൂഷനും നിശ്ചിതമായിട്ടുള്ള വിമർശനവും കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. എന്തായാലും മുൻപ് സൂചിപ്പിച്ച പോലെ തന്നെ അത് ഇവർക്ക്, അതായത് ഈ ഗൺമാൻമാർക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ ഈ മജിസ്ട്രേറ്റ് ഒപ്പിടുമോ എന്നുള്ളതാണ് ഇനി ഏതാനും മണിക്കൂറുകളിൽ നാം കാത്തിരിക്കുന്നത്. ശ്രീജ.